എന്നെ വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ ആണ്. എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഹാപ്പി ഓഡിറ്റോറിയത്തിൽ കല്യാണം ഉണ്ടെന്ന് അറിയുന്നത്. ഒരു ചായ കുടിച്ചുകൊണ്ട് തുടങ്ങാം. ചെന്നപ്പോൾ തന്നെ ആദ്യം കണ്ടത് പൊങ്ങിച്ചാടുന്ന ചോക്ലേറ്റും പൊട്ടിത്തെറിക്കുന്ന പോപ്കോണും ചുറ്റിയെടുക്കുന്ന ബോംബെ മുട്ടായുമാണ്. ഈ ഫ്ലെക്സിൽ ഇരിക്കുന്നവരുടെ കല്യാണമാണ്. അടുത്ത് എന്റെ കണ്ണിൽപ്പെട്ടത് നല്ല മൊരിഞ്ഞ പഴംപൊരി, കിടക്ക മുളക് ബജി, പിന്നെ കാബജി. എല്ലാത്തിനും ഓരോന്ന് കഴിച്ചു. കഴിച്ചിട്ട് വെള്ളം കുടിച്ചു. 3 ഐറ്റം ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. കൊള്ളാം, അടിപൊളി. വരാതിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ. 3 ഗ്ലാസ് ഡ്രിങ്ക്സ് കൂടെ കുടിച്ചപ്പോഴേക്കും എന്റെ വയറങ്ങ് ഫില്ലായി. നേരെ കഴിക്കാൻ പോയപ്പോൾ അവിടെയൊന്നും ആരുമില്ല. അങ്ങനെ നേരെ തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് പോയി. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു കിടിലൻ സ്റ്റേജ്, അതിന്റെ ഒരു കംപ്ലീറ്റ് ഡെക്കറേഷൻ കിടുവായിട്ടുണ്ട്. അതും കണ്ടിട്ട് നേരെ കിച്ചണിലേക്ക് പോയി. കുറെ ബിരിയാണി ചെമ്പുകൾ നിരന്നിരിപ്പുണ്ട്. ചെമ്പ് പൊട്ടിക്കുന്ന പരിപാടിയാണ്. അവർ ചെമ്പ് പൊട്ടിക്കുമ്പോഴേക്കും നമുക്ക് ഒന്നുകൂടി ഒന്ന് കറങ്ങിയിട്ട് വരാം. ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും പൈനാപ്പിൾ, വാട്ടർ ലെമൺ, സാലഡ്, അങ്ങനെ എന്തൊക്കെയോ കുറെയൊക്കെ വെട്ടിക്കൂട്ടി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരാളെങ്കിലും കഴിക്കാൻ വന്നിരുന്നേൽ എനിക്കിവിടെ ഇരുന്ന് കഴിക്കായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോഴേക്കും കഴിക്കാനുള്ള സമയമായി. എന്റെ പ്ലേറ്റിലേക്ക് ബീഫ് ബിരിയാണി വന്നു വീണു. സൈഡിൽ ചിക്കൻ പെരട്ടുമുണ്ട്. നല്ല പഞ്ഞി പോലുള്ള ബീഫ്. എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഫുഡ് അത്രയ്ക്കും അടിപൊളിയായിട്ടുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം ഒരു നല്ല ഫുഡ് കഴിച്ചു തീർന്നിട്ട് ഒരു തവണ കൂടി വാങ്ങി കഴിച്ചു. ചിക്കൻ പെരട്ടൂടെ കഴിച്ചപ്പോഴേക്കും വയറ് നിറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കൂടെ കുടിച്ചപ്പോൾ ഫീൽ ഉണ്ടല്ലോ, എന്റെ പൊന്നു പൊളി. ഈ കല്യാണം ഇത്രയും അടിപൊളിയാക്കിയത് നമ്മുടെ സ്വന്തം ഫേവറേറ്റ് ഇവന്റ്സ് ആണ്. കല്യാണത്തിന് വന്നവർക്ക് അറിയാം ഇത് എത്ര അടിപൊളിയായിരുന്നു എന്ന്. ഫുഡ് എല്ലാം കഴിച്ച് ഫേവറേറ്റ് ഇവന്റ്സിന്റെ ഓണറിനെ കണ്ട അഭിപ്രായം പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും പിടിച്ച് അടിക്കുന്നതിന് മുന്നേ വീട്ടിലോട്ട് പോവാം. അടുത്ത ഏതെങ്കിലും വിളിക്കാത്ത കല്യാണത്തിന് കാണാം. ബൈ.